ഹലോ ഫ്രണ്ട്സ്, ഹെലൻ കെല്ലറുടെ ആത്മകഥയായ എൻ്റെ ജീവിതകഥ എന്ന പുസ്തകമാണ് ഞാനിന്ന് വായിക്കാൻ പോകുന്നത്. 1. ഒരു തരം ഭീതിയോടെയാണ് ഞാൻ എൻ്റെ ജീവിതകഥ എഴുതാൻ ആരംഭിക്കുന്നത്. ബാല്യകാലത്തെ പൊതിഞ്ഞു നിൽക്കുന്ന സ്വർണ്ണവർണ്ണമാർന്ന മഞ്ഞുപുതപ്പ് വകഞ്ഞു മാറ്റാൻ മടി തോന്നിക്കുന്ന ഒരന്ധവിശ്വാസം എൻ്റെ ഉള്ളിലുണ്ട്. ആത്മകഥ എഴുതുക എന്നത് വളരെ വിഷമം പിടിച്ചൊരു പണിയാണ്. ഭൂതത്തെയും വർത്തമാനത്തെയും ബന്ധിപ്പിക്കുന്ന വർഷങ്ങളിലൂടെ ആദ്യകാലാനുഭവങ്ങൾ ഇഴപിരിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ സ്വപ്നവും യാഥാർത്ഥ്യവും വേറിട്ടറിയാത്ത വിധം സദൃശമായി തോന്നുന്നു. ഒരു സ്ത്രീ സ്വന്തം ഭാവനയിൽ ഒരു കുഞ്ഞിൻ്റെ അനുഭവങ്ങൾക്ക് വർണ്ണം പകരുകയാണ്. ആദ്യ വർഷങ്ങളിലെ ഏതാനും ഓർമ്മകൾ വളരെ വ്യക്തമായി വേറിട്ടു നിൽക്കുന്നുണ്ടെങ്കിലും ബാക്കിയുള്ളവയ്ക്കുമേൽ കാരാഗൃഹത്തിൻ്റെ നിഴലുകൾ മൂടിയിരിക്കുന്നു. മാത്രവുമല്ല, കുട്ടിക്കാലത്തെ പല ആഹ്ലാദങ്ങൾക്കും സങ്കടങ്ങൾക്കും അവയുടെ തീക്ഷ്ണത നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രാഥമിക വിദ്യാഭ്യാസ കാലത്തെ പ്രധാനപ്പെട്ട പല സംഭവങ്ങളും മഹത്തായ കണ്ടുപിടുത്തങ്ങളുടെ ആവേശത്തള്ളലിൽ വിസ്മൃതിയിലാണ്ടു കഴിഞ്ഞു. അതിനാൽ വല്ലാതെ നീട്ടിവലിച്ചു പറയാതെ പ്രധാനവും താൽപര്യജനകവുമായി എനിക്ക് തോന്നുന്ന സംഭവങ്ങൾ മാത്രം അവതരിപ്പിക്കാൻ ശ്രമിക്കാം. വടക്കൻ അലബാമയിലെ കൊച്ചു പട്ടണമായ ടസ്കംബിയയിൽ 1880 ജൂൺ 27 എൻ്റെ ജനനം. അച്ഛൻ്റെ കുടുംബം മേരിലാൻഡിൽ വാസമുറപ്പിച്ച സ്വിറ്റ്സർലാൻഡുകാരനായ കാസ്പർ കെല്ലറുടെ പിന്മുറക്കാരാണ്. എൻ്റെ സ്വിസ് പൂർവികരിലൊരാൾ ബധിരരെ പഠിപ്പിക്കുകയും അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒരു ഗ്രന്ഥം രചിക്കുകയും ചെയ്തിരുന്നു. ഇതൊരപൂർവമായ യാദൃച്ഛികതയാവാം. പൂർവികരിലൊരാളെങ്കിലും അടിമയല്ലാതിരുന്ന ഒരു രാജാവോ പൂർവികരിലൊരാളെങ്കിലും രാജാവല്ലാതിരുന്ന ഒരടിമയോ ഉണ്ടാവില്ല എന്നത് വാസ്തവമാണെങ്കിലും, കാസ്പർ കെല്ലറുടെ മകൻ, അതായത് എൻ്റെ അപ്പൂപ്പൻ, അലബാമയിലെ വിശാലമായ ഭൂപ്രദേശത്ത് കടന്നു ചെല്ലുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. കാർഷികാവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങാൻ വർഷത്തിലൊരിക്കൽ അദ്ദേഹം കുതിരപ്പുറത്ത് ടസ്കംബിയയിൽ നിന്ന് ഫിലാഡൽഫിയയിലേക്ക് പോവാറുണ്ടെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ യാത്രകളെക്കുറിച്ച് അദ്ദേഹം കുടുംബത്തിന് എഴുതിയ രസകരമായ ധാരാളം എഴുത്തുകൾ എൻ്റെ അമ്മായിയുടെ ശേഖരത്തിലുണ്ട്. എൻ്റെ അമ്മൂമ്മ കെല്ലർ ലഫായറ്റിൻ്റെ അംഗരക്ഷകരിലൊരാളായ അലക്സാണ്ടർ മുറിൻ്റെ മകളും വിർജീനിയയിലെ കോളനി ഗവർണറായിരുന്ന അലക്സാണ്ടർ സ്പോർഡുവിൻ്റെ പേരമകളും റോബർട്ട് ഇ ലീയുടെ രണ്ടാം കസിനുമായിരുന്നു. സഖ്യരാഷ്ട്ര സൈന്യത്തിലെ ക്യാപ്റ്റൻ ആയിരുന്നു എൻ്റെ അച്ഛൻ, ആർതർ എച്ച് കെല്ലർ. അമ്മയുടെ പേര് കെയ്റ്റ് ആഡംസ്. അച്ഛനേക്കാൾ വളരെ ചെറുപ്പമായിരുന്ന അമ്മ അച്ഛൻ്റെ രണ്ടാം ഭാര്യയായിരുന്നു. അമ്മയുടെ അപ്പൂപ്പൻ ബെഞ്ചമിൻ ആഡംസ് സൂസന്ന ഇ ഗുഡ്ഹ്യൂവിനെ വിവാഹം കഴിച്ച് മാസച്യുസെറ്റ്സിൽ ന്യൂബറിയിൽ വളരെക്കാലം താമസിച്ചു. അവരുടെ പുത്രനായ ചാൾസ് ആഡംസ് പിന്നീട് അർക്കാൻസാസിലെ ഹെലനയിലേക്ക് പോയി. ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അദ്ദേഹം തെക്കൻ സൈന്യത്തോടൊപ്പം ചേർന്ന് ബ്രിഗേഡിയർ ജനറലായിത്തീർന്നു. എഡ്വാർഡ് എവറൈറ്റ്, ഡോക്ടർ എഡ്വാർഡ് എവറൈറ്റ് ഹെയിൽ എന്നീ പ്രമുഖരുൾപ്പെടുന്ന എവററ്റ് കുടുംബത്തിൽപ്പെട്ട ലൂസി ഹെലൻ എവററ്റിനെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. യുദ്ധത്തിനു ശേഷം ആ കുടുംബം ടെന്നസിയിലെ മെഫിൻസിലേക്ക് മാറി. കാഴ്ചയും കേൾവിയും കവർന്നെടുത്ത രോഗം എന്നെ ആക്രമിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ കൊച്ചു വീട്ടിലാണ് താമസിച്ചിരുന്നത്. സമചതുരാകൃതിയിലുള്ള ഒരു വലിയ മുറിയും വേലക്കാർക്ക് വേണ്ടിയുള്ള ഒരു കൊച്ചു മുറിയും അവിടെ ഉണ്ടായിരുന്നു. പ്രത്യേക അവസരങ്ങളിൽ ഉപയോഗിക്കാനായി വീടിനോട് ചേർന്ന് മറ്റൊരു കൊച്ചു വീട് നിർമ്മിക്കുന്നത് തെക്കൻ പ്രദേശങ്ങളിൽ അക്കാലത്ത് പതിവായിരുന്നു. ആഭ്യന്തര യുദ്ധത്തിന് ശേഷം കുടുംബ വീടിനടുത്ത് അച്ഛൻ പണിതതായിരുന്നു ആ കൊച്ചു വീട്. വിവാഹശേഷം അച്ഛനും അമ്മയും ആ വീട്ടിൽ താമസമാക്കി. മുന്തിരിവള്ളികളും പനിനീർച്ചെടികളും ഹണിസക്കിളുകളും എല്ലാം ആ വീടിനെ അലങ്കരിച്ചിരുന്നു. പൂന്തോട്ടത്തിൽ ഒരു വള്ളിക്കുടിൽ പോലെയായിരുന്നു അത്. മഞ്ഞ പനിനീർ പൂക്കളും സ്മൈലാക്സും ചേർന്ന് പൂമുഖത്തെ മറച്ചു. തേനീച്ചകളുടെയും കുരുവികളുടെയും ഇഷ്ടതാവളമായിരുന്നു അവിടം. ഞങ്ങളുടെ കൊച്ചു വള്ളിക്കുടിലിൽ നിന്ന് ഏതാനും അടി അകലത്തായിരുന്നു കെല്ലർ കുടുംബ വീട്. ആ വലിയ വീടിന് ചുറ്റുപാടും വേലിപ്പടർപ്പുകളിലുമെല്ലാം മനോഹരമായ ഇംഗ്ലീഷ് ഐവി ചെടികൾ പൂത്തുനിൽക്കുന്നതിനാൽ ഐവി ഗ്രീൻ എന്ന പേരിലാണ് അതറിയപ്പെട്ടത്. അവിടുത്തെ പഴയ മാതൃകയിലുള്ള പൂന്തോട്ടം കുട്ടിക്കാലത്ത് എൻ്റെ സ്വർഗമായിരുന്നു. എൻ്റെ അധ്യാപിക ഞങ്ങളോടൊത്ത് താമസിക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ മരങ്ങൾ സ്പർശിച്ചറിയാനും വസന്തകാലം ആരംഭത്തിൽ ലിലി വയലറ്റ് തുടങ്ങിയ വലിയ പുഷ്പങ്ങളെ മണത്തറിയാനും എനിക്ക് കഴിയുമായിരുന്നു. കോപം വരുമ്പോൾ അത് തണുപ്പിക്കാനായി ആ തണുത്ത ഇലകളിലും പുല്ലുകളിലും ഞാൻ എൻ്റെ ചൂടുള്ള മുഖം പൂഴ്ത്തും. ആ പൂന്തോട്ടത്തിൽ ചുറ്റി നടക്കുന്നത് എത്രമാത്രം ആഹ്ലാദകരമായിരുന്നു. നടന്നു നടന്ന് തോട്ടത്തിൻ്റെ അങ്ങേ അറ്റത്തുള്ള
മുന്തിരി പടർപ്പുകൾ അടുത്തെത്തുമ്പോൾ ഞങ്ങളുടെ കൊച്ചു വീടെത്തിയെന്ന് ഞാൻ തിരിച്ചറിയും. അപൂർവങ്ങളായ പല പുഷ്പങ്ങളും പൂമ്പാറ്റച്ചിറകുകൾ പോലുള്ള ബട്ടർഫ്ലൈ ലില്ലിപ്പൂക്കളും എല്ലാം ചേർന്ന് അവിടെ സുഗന്ധം പരത്തിയിരുന്നു. എല്ലാത്തിനേക്കാളും മനോഹരം റോസാപ്പൂക്കൾ തന്നെയായിരുന്നു. ആ പ്രദേശത്തുള്ള മറ്റൊരു വീട്ടിലും അത്തരം റോസാപ്പൂക്കൾ ഉണ്ടായിരുന്നില്ല. അവ എല്ലായിടത്തും സുഗന്ധം പരത്തിക്കൊണ്ട് പടർന്നങ്ങനെ കിടന്നു. പ്രഭാതങ്ങളിൽ ശുദ്ധവും മൃദുവുമായി മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന ആ പൂക്കൾ കണ്ടാൽ ദൈവത്തിൻ്റെ പൂന്തോട്ടത്തിലെ ആസ്ഫോഡല്ലുകളല്ലേ അവയെന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം മറ്റേതൊരു കൊച്ചു ജീവിതത്തെയും പോലെ തന്നെ ലളിതമായിരുന്നു. കുടുംബത്തിലെ ആദ്യത്തെ സന്തതി എന്ന നിലയ്ക്ക് വന്നു. കണ്ടു കീഴടക്കി എന്നതുപോലെയായിരുന്നു എൻ്റെ വരവ്. എല്ലാ വീട്ടിലെയും പോലെ എനിക്കൊരു പേര് കണ്ടുപിടിക്കാൻ ധാരാളം ചർച്ചകൾ നടന്നു. കുടുംബത്തിലെ ആദ്യത്തെ കുഞ്ഞിന് ഒരു സാധാരണ പേരൊന്നും പോരാ എന്ന് എല്ലാവരും ഉറപ്പിച്ചിരുന്നു. തൻ്റെ പൂർവികരിലൊരാളായ മിൽഡ്രഡ് ക്യാമ്പലിൻ്റെ പേരിടണമെന്നായിരുന്നു അച്ഛൻ്റെ നിർദ്ദേശം. തുടർന്നുള്ള ചർച്ചകളിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നു. ഹെലൻ എവറൈറ്റ് എന്ന എൻ്റെ അമ്മൂമ്മയുടെ പേരിടണമെന്ന് അമ്മയുടെ ഒരു മോഹമാണെന്ന് പറഞ്ഞ് അമ്മ ആ പ്രശ്നം പരിഹരിച്ചു. പക്ഷേ എന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോകും വഴി അച്ഛൻ ആ പേര് മറന്നുപോയി. അവിടെ വെച്ച് ചോദിച്ചപ്പോൾ എൻ്റെ അമ്മൂമ്മയുടെ പേരിടാനാണ് തീരുമാനിച്ചതെന്ന് ഓർമ്മ വരികയും ഹെലൻ ആഡംസ് എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. കുഞ്ഞായിരുന്നപ്പോൾ തന്നെ ഞാൻ വളരെയധികം ജിജ്ഞാസയും ദൃഢചിത്തതയും കാണിച്ചിരുന്നുവെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആരെന്ത് ചെയ്താലും ഞാനത് അനുകരിക്കാൻ ശ്രമിക്കുമായിരുന്നു. 6 മാസമായപ്പോഴേക്കും ഹൗ ഡി എന്നീ ചോദിക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. ഒരു ദിവസം ചായ എന്ന് ഉറക്കെ വിളിച്ച് ചോദിച്ച് എല്ലാവരുടെയും ശ്രദ്ധയാകർഷിക്കുകയും ചെയ്തു. രോഗബാധിതയായതിനു ശേഷവും ആദ്യ നാളുകളിൽ പറയാൻ പഠിച്ച ഒരു വാക്ക് ഞാൻ ഓർത്തു വെച്ചിരുന്നു: വെള്ളം എന്ന ആ വാക്ക് സംസാരശേഷി നഷ്ടപ്പെടുന്നതിന് ശേഷവും ഞാൻ പറയാൻ ശ്രമിച്ചു. വാട്ടർ എന്നതിന് വാ എന്ന പകുതി പറയുന്ന ശീലം ആ വാക്കിൻ്റെ സ്പെല്ലിംഗ് പഠിക്കുന്നതുവരെ തുടർന്നു. എനിക്ക് 1 വയസ്സായ അന്നാണ് ഞാൻ നടക്കാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്ന് അമ്മ എന്നെ കുളിത്തൊട്ടിയിൽ നിന്ന് എടുത്തു മാറ്റിയിരുത്തിയയുടൻ കുറച്ചപ്പുറത്ത് കാറ്റിലിളകിയാടുന്ന ഇലകളുടെ നിഴലുകൾ ഞാൻ കാണാനിടയായി. പെട്ടെന്ന് തന്നെ അമ്മയുടെ മടിയിൽ നിന്ന് ഊർന്നിറങ്ങി ഞാൻ അവയ്ക്ക് നേരെ ഓടിപ്പോവുകയും ചെയ്തു. ആവേശം തണുത്തപ്പോൾ ഞാൻ താഴെ വീഴുകയും അമ്മ വന്നെടുക്കാനായി നിലവിളിക്കുകയും ചെയ്തു. ആഹ്ലാദകരമായ ആ ദിനങ്ങൾ അധികം നീണ്ടു നിന്നില്ല. കുയിലിൻ്റെയും റോബിൻ്റെയും പാട്ടുകളാൽ മുഖരിതമായ ഒരു കൊച്ചു വസന്തവും പനിനീർ പുഷ്പങ്ങളാലും മധുരഫലങ്ങളാലും സമ്പന്നമായ ഒരു ഗ്രീഷ്മവും കടും ചുവപ്പും സ്വർണ്ണവർണ്ണവും ചേർന്ന ഒരു ശരത്കാലവും ജിജ്ഞാസുവും സന്തോഷവതിയുമായ ഒരു കുഞ്ഞിൻ്റെ പാദങ്ങളിൽ തങ്ങളുടെ സമ്മാനങ്ങൾ അർപ്പിച്ച് അതിദ്രുതം കടന്നുപോയി. ദുഃഖമൂകമായ ഫെബ്രുവരി മാസത്തിൽ എൻ്റെ കാഴ്ചയും കേൾവിയും നശിപ്പിച്ച് ആ രോഗം കടന്നു വന്നു. അതെന്നെ ഒരു നവജാത ശിശുവിൻ്റേത് മാത്രമായ ബോധത്തിലേക്ക് തള്ളിയിട്ടു. ആമാശയത്തിൻ്റെയും തലച്ചോറിൻ്റെയും അതിയായ സാന്ദ്രതയാണെന്നാണ് അവർ പറഞ്ഞത്. ഞാനിനി ജീവിച്ചിരിക്കില്ല എന്നാണ് ഡോക്ടർ കരുതിയത്. ഒരു ദിവസം പുലർച്ചെ പെട്ടെന്നൊരുതരം നിഗൂഢതയോടെ എൻ്റെ പനി മാറി. അതിന് വന്നതുപോലെ തന്നെ അന്ന് വീട്ടിലെ എല്ലാവരും വളരെ ആഹ്ലാദഭരിതരായിരുന്നു. എനിക്ക് ഇനി ഒരിക്കലും കാണാനോ കേൾക്കാനോ ആവില്ലെന്ന് ആരും, ഡോക്ടർ പോലും അന്നേരം മനസ്സിലാക്കിയിരുന്നില്ല. ആ രോഗബാധയെക്കുറിച്ച് കുഴഞ്ഞു മറിഞ്ഞ ചില ഓർമ്മകൾ എൻ്റെ സങ്കല്പത്തിലുണ്ട്. വേദനയോടെയും അസ്വസ്ഥതയോടെയും ഉറക്കമുണരുമ്പോൾ അമ്മ എന്നെ ആശ്വസിപ്പിക്കാറുള്ളതും അസഹ്യമായൊരു പാതിമയക്കത്തിനു ശേഷമുള്ള വേദനയിലും അന്താളിപ്പിലും ഞാൻ എൻ്റെ വരണ്ട കണ്ണുകൾ ചുമരിനു നേരെയും ഒരിക്കൽ ഞാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന പ്രകാശത്തിന് നേരെയും ചലിപ്പിക്കുന്നതും വെളിച്ചം ഓരോ ദിവസം കഴിയുന്തോറും മങ്ങി വരുന്നതും ഞാൻ ഓർക്കുന്നു. ഈ ഓർമ്മകളെല്ലാം ഓർമ്മകളാണെങ്കിൽ തന്നെയും അവ ഒരു പേടി സ്വപ്നം പോലെ അയാഥാർത്ഥ്യമായി തോന്നി. ക്രമേണ ഇരുട്ടിൻ്റെയും നിശബ്ദതയുടെയും ലോകം എനിക്ക് പരിചിതമായി. എൻ്റെ ആത്മാവിനെ സ്വാതന്ത്ര്യത്തിലേക്ക് ആനയിച്ച ടീച്ചർ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതുവരെയും മറ്റൊരു വ്യത്യസ്തമായ ലോകമുണ്ടായിരുന്നു എന്ന കാര്യം പോലും ഞാൻ മറന്നുപോയിരുന്നു. എങ്കിലും 19 മാസം പ്രായമാകുന്നതുവരെ എൻ്റെ കാഴ്ചയിൽ പച്ച വയലോലകളും തിളങ്ങുന്ന ആകാശവും മരങ്ങളും പൂക്കളും ഒന്നും പിന്നീട് കടന്നു വന്ന ഇരുട്ടിൽ പൂർണ്ണമായും മായ്ക്കപ്പെട്ടിരുന്നില്ല. ഒരിക്കൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ദിവസം നമ്മുടേതാണ്. ആ ദിവസം വെളിപ്പെടുത്തി തന്നെ അതൊക്കെയും നമ്മുടേതാണ്. താങ്ക് യു.